കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ആശ്രയിച്ചെത്തിരിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 18-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിനാണ് ഒരു ഉപമ കർത്താവ് പറയുന്നത്, അല്ലേ? മടുത്തു പോകാതെ പ്രാർത്ഥിക്കും. ചില വിഷയങ്ങളെ പ്രതി നമ്മൾ പലപ്പോഴും ക്ലേശത്തിലാകാറുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ സ്തോത്രമല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ കാണുവാൻ ചില വിഷയങ്ങളിൽ താമസം വരാറുണ്ട്, അല്ലേ? അപ്പോൾ അതിനെ പ്രതി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അത് സ്തോത്ര ക്ലേശത്തിലായി ആ പ്രാർത്ഥനാ മേഖല നമ്മൾ നിർത്തിവെക്കാറുണ്ട്. പലപ്പോഴും നമ്മളിത് ചെയ്യുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യരുത്? മടുത്തു പോകരുത്, ദീർഘക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. ചില വിഷയങ്ങൾക്കകത്ത് പെട്ടെന്നൊരു ദൈവപ്രവൃത്തി നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇസ്രായേൽ ജനം മിസ്രൈമിൻ്റെ മണ്ണിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ദൈവം അനുവദിച്ച സമയം 430 വർഷമായിരുന്നു. ആ വർഷം അത്രയും അവിടെ കാത്തിരിപ്പാൻ തക്കവണ്ണം ഇടവന്നു. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക: ഏതൊരു പ്രാർത്ഥനാ വിഷയത്തിനകത്തും ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ആ പ്രാർത്ഥനയുടെ മറുപടി ലഭ്യമാകുവോളം നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടവന്ന് തന്നെ ആകണം. അങ്ങനെ വന്നാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു വിധവയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്തൊരു ന്യായാധിപൻ. അപ്പം വിധവയുടെ ജീവിതത്തിന് വിരോധമായിട്ട് അവൾക്കെതിരെ നിന്നൊരു പ്രതിയോഗി, അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി ഈ ന്യായാധിപന്റെ അടുക്കലേക്ക് ഇവർ കടന്നു വരികയാണ്. പല ആവർത്തി വന്നിട്ട് സ്തോത്രം അവരെന്ത് ചെയ്തില്ല? പ്രൈസ് ദി ലോർഡ്. സ്തോത്ര ഒരു മറുപടി കൊടുക്കുവാൻ തക്കവണ്ണം ഇടവന്നില്ല. പകരം പ്രൈസ് അഭിഷേകത്തിൽ അവൾ ആ ന്യായാധിപൻ ഇങ്ങനെ പ്രവൃത്തി വെളിപ്പെടുത്താതെ അല്ലെങ്കിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കാതെ അദ്ദേഹം ഇതിങ്ങനെ നീട്ടിക്കൊണ്ടേയിരുന്നു. പക്ഷേ അവൾ പോകുന്നത് നിർത്തിയില്ല, അവൾ പൊയ്ക്കൊണ്ടേയിരുന്നു. സ്തോത്രം. ഒരു മറുപടി ലഭ്യമാകുന്നത് വരെയും വിധവ ആ ന്യായാധിപന്റെ അടുക്കൽ പൊയ്ക്കൊണ്ടേയിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക: നമ്മൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. മറുപടി ലഭ്യമാകുവോളം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അത് സ്തോത്രമല്ലേലൂയ, പോയി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം മറുപടി ലഭ്യമാകുന്ന സമയം വരെ. അതാണ് ഇവിടെ കാണുന്നത്. അവൾ പൊയ്ക്കൊണ്ടേയിരുന്ന അവസാനം ആ ന്യായാധിപൻ പറയുന്നൊരു ഒരു വാക്കുണ്ട്. നമുക്ക് ആ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. 4-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: സ്തോത്രം. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. സ്തോത്രം. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾക്കുവീൻ എന്നാ പറയുന്നത്, അല്ലേ? അപ്പൊ അനീതിയുള്ള ന്യായാധിപൻ എന്നാണ് അവിടെ പറയുന്നത്. എന്നിട്ടും അവൾ ദിനം പ്രതി പോയി അവനോട് പറഞ്ഞിരുന്നത് കൊണ്ട് അവൻ അവസാനം ആ ന്യായാധിപൻ ആ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? അനീതിയുള്ളവൻ പോലും അത് ചെയ്തില്ലേ? അങ്ങനെയെങ്കിൽ ദൈവമോ രാപ്പകൽ നിലവിളിക്കുന്ന വൃതന്മാരുടെ സ്തോത്രം വിഷയത്തിന്റെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണേ, അനീതിയുള്ളവൻ അത് ചെയ്തെങ്കിൽ നീതിയുള്ള ദൈവം അത് ചെയ്യത്തില്ലയോ? ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക: ദീർഘനാളുകൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ വിഷയത്തിന് നടുവിൽ ദൈവത്തിന്റെ കരം ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. നിങ്ങളെ ദൈവം കൈവിടത്തില്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. കർത്താവിന്റെ കരുണയും കൃപയും മഹത്വവും ദൈവപ്രവൃത്തിയും നിശ്ചയമായിട്ട് ജീവിതത്തിന്റെ നടുവിൽ ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അതിനുവേണ്ടി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചരകളിൽ മറയ്ക്കണമേ. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.